ഇവർ വിവാദരായൽ സീരിയലിന്റെ 51ാമത്തെ എപ്പിസോഡാണ്. ഭവാനി തുണിയെടുത്ത് അകത്തേക്ക് പോകുമ്പോ ഒരാൾ വരിക. ഭവാനിക്കും ആരാ? അയൽവാസിയാ, പുതിയ അയൽക്കാർ വന്നു എന്ന് അറിഞ്ഞ് കാണാൻ വന്നതാണ്. നിങ്ങൾ സൗഭാഗ്യപുരത്തുള്ളതല്ലേ? ഭവാനിക്കും ആരാ പറഞ്ഞത്? അല്ലേ? ഭവാനി അറിയും, ആ നിങ്ങൾ എന്തിനാ ഇവിടെ കഷ്ടപ്പെടുന്നത്? സൗഭാഗ്യപുരത്തുള്ളവർ കോടീശ്വരന്മാരല്ലേ? ഞാൻ അവിടെ എസ്റ്റേറ്റിൽ പണി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ അറിയിക്കാൻ പോവാണ്. അവരാരും അറിയാതല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഭവാനി ഒന്ന് ഞെട്ടും. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോകും. അതെ, ഹലോ എന്ന് പറഞ്ഞ് അയാളെ പിന്നാലെ പോയിട്ട് അയാളോട് രഹസ്യമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയാട്ടോ. അതിപ്പോ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കും. ഭവാനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തോ ഒരു കുതന്ത്രം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഭൂമിനെയാണ്. വക്കീലിന്റെ ഫീസ് കേട്ട് ഞെട്ടലോട് കൂടിയാണ് ഭൂമി പുറത്തേക്ക് വരുന്നത്. ഭൂമി അപ്പൊ ഭൂമി പറയും, ഞാനൊന്ന് ശ്വാസം എടുക്കാം. ജീവിക്കാനുള്ള ശ്വാസം, സത്യം സൗജന്യ. അത് തെളിയിക്കാൻ ഒരുപാട് ശ്വാസം മുട്ടും, ലക്ഷങ്ങൾ ചെലവാകും. നിയമം ലക്ഷറി അപ്പാർട്ട്മെന്റിലാ. എൻറോൾ ചെയ്യുമ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പ്രതിജ്ഞ ചെയ്യുന്നത്? വക്കീല് പറയും, എല്ലാം മാർക്കറ്റിംഗ് അല്ലേ ഭൂമി? ഭൂമി പറയും, നിയമത്തിന്റെ കണ്ണെ മൂടിയിട്ടാ. എന്റെ അമ്മ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അമ്മ തെറ്റുകാരിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും അത് തെളിയിക്കാൻ 35 ലക്ഷം ചെലവ്. സത്യം ജയിക്കാൻ എന്തൊക്കെയാ വേണ്ടത്? വക്കീൽ പറയും, അതെ, അതേ സിസ്റ്റത്തിന്റെ പ്രശ്ന. ഭൂമി പറയും, യെസ്, ഐ ആം അനലൈസിങ് ദ സിസ്റ്റം. ക്രിമിനോളജിയിൽ ഞാൻ പഠിച്ചത് ക്രൈം ഡിസ്ട്രോയ്സ് വൺ ലൈഫ് എന്ന. എന്റെ അമ്മ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. തെളിവുകൾ സൃഷ്ടിക്കാം, തെളിവുകൾ പ്ലാൻ ചെയ്യാം, തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്യാം. എങ്കിലും സത്യം എവിടെയോ മറിഞ്ഞിരിക്കും. അത് കണ്ടെത്താൻ എത്രയോ ലക്ഷങ്ങൾ. ഞാൻ പിന്നോട്ടില്ല, ഏതെങ്കിലും വഴി ഞാൻ അന്വേഷിക്കണേ. വക്കീല് പറയും, ഭൂമി ഏതെങ്കിലും ഒരു വാതില് നിനക്കായിട്ട് തുറക്കും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താ. ഇവിടെ ഒരെണ്ണത്തിനും ഒരു ഉത്തരവാദിത്വം ഇല്ല. മാധവ എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ ഉമ്മർത്ത് വന്നിരിക്കണേ. സാഗറിന്റെ കുടുംബം നഷ്ടപ്പെട്ടാൽ ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം? എന്താ അമ്മേ പ്രശ്നം എന്ന് വെച്ച് മാധവൻ വരുമ്പോ മുത്തശ്ശി കളിയാക്കിട്ട് പറയും, എന്താ ഒന്നും അറിയില്ലേ? ഈ വീട്ടിലെ ഏറ്റവും വലിയ വിഷയം എന്താ? ആ ഭവാനിയും മകളും. അപ്പോഴേക്കും സംഗീതയും അനുപമയും അങ്ങോട്ട് വരും. എന്നിട്ട് എന്താ അവരെ കണ്ടെത്താത്തത്? സംഗീതേ, നിനക്കൊന്നും അറിയണ്ട അല്ലേ? നിന്റെ അനിയന്റെ ഭാര്യയും മകളെയാ കാണാതായിരിക്കുന്നത്. നമുക്ക് അവരെ കണ്ടെത്തണ്ടേ മുത്തശ്ശി? മുത്തശ്ശി പറയും, എന്റെ മകന്റെ ഓർമ്മകളാ അവര് രണ്ടുപേരും. അഞ്ജന ഈ കുടുംബത്തിന്റെ രക്തമാ. മാധവൻ പറയും, പോലീസ് അന്വേഷിക്കുന്നുണ്ടമ്മേ. നിന്റെ മോനല്ലേ പോലീസ്? അവനൊരു താല്പര്യമില്ല. അവൻ ഒറ്റൊരുത്തം കാരണ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവന്റെ ഒരു പോലീസ് മർദ്ദനം. അനുപമ പറയും, അജയ് തല്ലി എന്ന് പറഞ്ഞോണ്ടിരുന്ന അവന് വിഷമാവില്ലേ? അജയും മുത്തശ്ശിയുടെ കൊച്ചുമോനല്ലേ? മുത്തശ്ശി പറയും, അതെ, പക്ഷെ ഈ കാര്യത്തിൽ നീ അവനെ പുണ്യാളനാക്കണ്ട. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അകത്ത് വന്ന് കിടക്ക്. അപ്പൊ മുത്തശ്ശി പറയും, എന്നെ കിടത്തിയിട്ട് നിനക്ക് എന്താ ലാഭം? അമ്മ റെസ്റ്റ് എടുക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത്. അപ്പണ്ടാവും അങ്ങോട്ട് ഭവാനിയുടെ അയൽവാസിയില്ലേ, അയാൾ അങ്ങോട്ട് കയറി വരുന്നത്. നമസ്കാരം. മാധവൻ ചോദിക്കും, ആരാ? ഞാൻ വലിയ തമ്പ്രാട്ടി ഒന്ന് കാണാം. എവിടുന്നാ? എന്താ കാര്യം? അയാള് പറയും, ഒരുപാട് അകലേന്നാ. ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? അയാള് പറയും, പണിക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു തമ്പ്രാട്ടിയും കുട്ടിയില്ലേ? ഭവാനിയുടെ അഞ്ജനയുടെയും കാര്യമാണോ? അയാള് പറയും, അതെ, അവര് എന്റെ വീടിനടുത്ത താമസം. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഞെട്ടലോടെ എന്നാ സന്തോഷത്തോടെ അവിടുന്ന് എണീക്കും. സത്യാണോ? മാധവ, നമുക്ക് ഉടനെ ഇവിടേക്ക് പുറപ്പെടണം. ഞങ്ങൾ പോയി കൊണ്ടുവരാം. സംഗീത, നീ ആ കാറിന്റെ കീ എടുക്ക്. സംഗീത അത് എടുക്കാനായിട്ട് പോകും. വാ മോളെ എന്ന് പറഞ്ഞ അനുപമേനെയും കൂടെ ആ അയൽക്കാരനെയും കൂട്ടിയിട്ടാണ് മാധവൻ അവിടുന്ന് പോകുന്നത്. അമ്മ ദൈവങ്ങളോട് പ്രാർത്ഥിക്കണേ, കൃഷ്ണ ഗുരുവായൂരപ്പ, നീ അവരെ കണ്ടുപിടിച്ച് തന്നല്ലോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭവാനിയുടെ വീടിന്റെ മുറ്റത്ത് കാറ് വന്ന് നിർത്താട്ടോ. വീടും പരിസരവും കാണുമ്പോൾ സംഗീതയ്ക്കും, ഇതാണ് അവരുടെ വീട്? എന്തിനാ ഇങ്ങനൊരു ജീവിതം? അജയ ഇതിന് കാരണം. അനുപമ, മോളെ ആസ്ഥാനത്ത് കയറി പറയല്ലേ, നീ വണ്ടി കയറിയപ്പോഴേ ഞാൻ പറയുന്നതാ എന്ന് പറഞ്ഞ് ഇവര് അങ്ങോട്ട് ചെല്ലാം. അഞ്ജന, ഇതാ വെള്ളം, ബാത്റൂം പോണ്ടേ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കിണറിൽ വെള്ളം കോരുകട്ടോ. ഇത് ഇവർ കാണും. ഈ സമയം അഞ്ജനയുടെ ശബ്ദവും ഇവർ കേൾക്കുന്നുണ്ട്. ദാ വരുന്നു. പുറത്തേക്ക് വരുന്ന അഞ്ജന ഇവരെ കാണുമ്പോ ഒന്ന് ഞെട്ടും. അമ്മേ, ഇങ്ങോട്ട് വന്നേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അപ്പോഴാണ് ഭവാനി അവരെ കാണുന്നത്. അഞ്ജന വെള്ളം കൊണ്ട് പോകട്ടോ ബക്കറ്റില്. അങ്ങനെ ഭവാനി വിചാരിക്കും, ഈ വരവ് ഏതർത്ഥത്തിലാണെന്ന് അറിയില്ല. ഞാനാണ് ഭൂമിയുടെ അച്ഛനെ കൊന്നതെന്ന് അവള് പറഞ്ഞിട്ടുണ്ടാവോ? പോയി നോക്കാം എന്ന് പറഞ്ഞ ഭവാനി അവരുടെ അടുത്തേക്ക് ചെല്ലാം. സംഗീതയ്ക്കും, എന്താ ഭവാനി ഇതൊക്കെ? എന്ത് തെറ്റ് ഞങ്ങൾ ചെയ്തത്? ഭവാനി പറയും, അടിയും തൊഴിയും കൊണ്ട് എത്ര നാൾ കഴിയും? പണിയെടുത്ത് ജീവിക്കാലോ. മാധവൻ പറയും, പരിഹാരം ഇല്ലാത്ത വിഷയമുണ്ടോ? നിങ്ങളെ കാണാതായതിനു ശേഷം അമ്മയ്ക്ക് വയ്യാതായി. ഭൂമി വന്ന് എന്തെങ്കിലും പറഞ്ഞോ? അപ്പോ മാധവൻ ചോദിക്കും, എന്തു പറയാൻ? അനുപമ പറയും, അവള് വന്നിട്ടില്ല. എനിക്ക് അവളെ ഒന്ന് കാണണം. അജയ്ക്ക് അവളെ ഇഷ്ടമാണെന്ന്. സംഗീത പറയും, നീ ഒന്ന് മിണ്ടാതിരിക്കേ. അനു പറയും, അത് അഞ്ജന പറഞ്ഞതാ. സംഗീത പറയും, നീ മിണ്ടാതിരിക്കേ. ഭവാനി, ഭൂമി വന്നിട്ട് കുറെ നാളായി. അവൾ അങ്ങനെ ആരെക്കുറിച്ചും അപവാദമൊന്നും പറയാറില്ല. അകത്തേക്ക് വിളിക്കുന്നില്ല. അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ശേഷം ആ അയൽവാസി ചേട്ടനെ വിളിച്ച് അകത്തേക്ക് പോകും. മാധവൻ പറയും, കഷ്ടം, എന്തൊരു ദയനീയായത്. അനുപം പറയും, ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. സംഗീത പറയും, എന്റെ അനു, നിന്റെ കാല് ഞാൻ പിടിക്കാം, കോളാക്കരുത്. ഓ എന്ന് പറഞ്ഞ അനുപമ തിരിഞ്ഞു നിൽക്കും. അങ്ങനെ ഭവാനിയും ആ ചേട്ടനും കൂടെ അകത്തുനിന്ന് ഒരു ബെഞ്ച് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നിടും. അപ്പോഴേക്കും അഞ്ജന അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. മാധവൻ ചോദിക്കും, എന്തിനാ ഇതൊക്കെ?
ഭവാനി പറയും ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാ, കട്ടൻ ചായ മതിയെങ്കിലേ. സംഗീത പറയും ഒന്നും വേണ്ട. അഞ്ജലിനെ കാണുമ്പോ അയ്യോ മോളെ എന്തൊരു കോല ഇത്. അനു പറയും നിന്നെ കണ്ട ഇപ്പൊ ഒരു ദരിദ്രവാസിയായിട്ട് തോന്നും. ഏത് വേഷവും നിനക്ക് അഭിനയിക്കാം. സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടി, ദരിദ്ര വീട്ടിലെ പെൺകുട്ടി. അനുപമേ. മാധവൻ വിളിക്കുമ്പോ അനു പറയും അച്ഛൻ ഞാൻ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞത്, ലുക്ക് വൈസിലെ സിനിമയിൽ അഭിനയിക്കാന്ന്. ഭവാനിക്ക് ചിരി വരും. സംഗീത പറയും നീ ഒന്നും മിണ്ടാതിരിക്കേ, കുറച്ച് സമയത്തേക്കൊന്ന് സൈലന്റ് ആവ്. മാധവൻ പറയും ഭവാനി നിങ്ങൾ വീട്ടിലേക്ക് വരണം ഉടനെ. സംഗീതയും പറയും അതെ അമ്മ അങ്ങനെയാ പറഞ്ഞയച്ചത്, നിങ്ങൾ വാ. നിനക്കറിയാലോ ഭവാനി അമ്മ നിങ്ങളുടെ കാര്യത്തില് എത്ര കെയറിങ് ആയിരുന്നുന്ന്. അഞ്ജന പറയും അപ്പച്ചി ഞങ്ങളെ കൊണ്ടുപോകുന്നത് അജയ് ഭൂമിയെ കിട്ടുന്നത് കാണിക്കാനാണോ? ആ സംഗീത പറയും മോളെ അവൻ ഭൂമിയെ കെട്ടാനോ, എന്തൊക്കെയാ നീ പറയുന്നത്? അതിനെക്കുറിച്ച് ആരും അവിടെ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. അനു പറയും അല്ലമ്മേ മിണ്ടാതിരിക്കടി. സംഗീത പറയൂട്ടോ. മാധവൻ പറയണേ ഞങ്ങള് സത്യത്തിൽ അമ്മയുടെ ഉത്തരവ് നടപ്പാക്കാൻ വന്നതാ, നമ്മൾ പുറപ്പെടല്ലേ. അപ്പൊ തന്നെ അഞ്ജന പറയും അല്ല ഞാൻ പറയുന്നത് അനുസരിച്ചാ വരും. മാധവൻ ചോദിക്കും എന്താ? ഞങ്ങൾ വരാം, പക്ഷെ ഒരു ഉറപ്പ് വേണം. അവരേക്കും എന്തുറപ്പ്? അജയ് എന്നെ കെട്ടുന്നൊരു ഉറപ്പ്. മാധവൻ പറയും ഞങ്ങൾ ഉറപ്പ് വരുന്നു. ഹേയ് നിങ്ങളെല്ലാം ഉറപ്പ് വരേണ്ടത് അജയ് അവൻ ഇവിടെ വന്ന് പറയണം, എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. ഇത് കേൾക്കുമ്പോ സംഗീതയും മാധവനും ഞെട്ടും. അനു പറയും ഈ പറയുന്നതിൽ ഒരു ലോജിക് ഇല്ലല്ലോ. ഒരു പുരുഷൻ അവൻ ഇഷ്ടമില്ലാത്ത ഒരാളെ. മാധവൻ പറയും അനുപമ മതി. അഞ്ജന അജയ് ഇവിടെ വന്ന് പറയും നിന്നെ വിവാഹം കഴിക്കുന്നു, അവൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ ഭവാനി? മതി എന്ന് ഭവാനി നല്ല സന്തോഷത്തിലാ പറയണേ. ഞങ്ങൾ ഇനി ലേറ്റ് ആക്കുന്നില്ല, അമ്മ കാത്തിരിക്കാ. ശരി മോളെ എന്ന് പറഞ്ഞാൽ അവരിറങ്ങൂട്ടോ. അവര് പോയി കഴിഞ്ഞാൽ അനുപമ അഞ്ജനനെ കെട്ടിപ്പിടിക്കും. സമരം കഴിഞ്ഞില്ലേ, ഇനി നാരങ്ങ വെള്ളം കലക്കി കുടിച്ചോ. അഞ്ജന അജയ് നിനക്കുള്ളതാ. അതും പറഞ്ഞ് അനുപമ അവിടുന്ന് പോവും. അവര് പോയി കഴിഞ്ഞാൽ ഇവര് കൈയെടുക്കും. അപ്പോൾ ഡ്രാമ സക്സസ്. അഞ്ജന പറയും അമ്മ ഡയറക്റ്റ് ചെയ്ത ഡ്രാമ പൊളിഞ്ഞിട്ടുണ്ടോ? ഭവാനി പറയും എന്റെ ഒരു രഹസ്യവും പൊളിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പായി. അഞ്ജന പറയും അവൻ വരട്ടെ, അജയ് അവൻ എന്നോട് സോറി പറയണം. അവര് പോയി കഴിഞ്ഞാൽ ആ അയൽവാസി ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ നന്ദിയുണ്ട്, മറക്കില്ല, ഞങ്ങൾ സൗഭാഗ്യപുരത്ത് എത്തിയിട്ട് കുറച്ച് പൈസ അയച്ചു തരാം. ആ ആയിക്കോട്ടെ. അങ്ങനെ അയാൾ അവിടുന്ന് പോകും. അങ്ങനെ ഭവനിക്കും ഇനി പറ നിനക്ക് എന്താ വേണ്ടത്? ഫ്രൈഡ് റൈസ്, ബിരിയാണി എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് പോവാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഭൂമിനെയാണ്. ഭൂമി ആ മൊബൈൽ ഷോപ്പിൽ എത്തിയിരിക്കാട്ടോ. ആ കടയിലെ ചേട്ടൻ ചായ കുടിക്കാൻ പോയതായിരുന്നു. ഇത്തിരി സമയം കഴിയുമ്പോൾ തന്നെ വരും കേട്ടോ. ഭൂമിയെ കാണുമ്പോൾ തന്നെ അയാൾ പറയും ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്, 2-3 ദിവസമായിട്ട് ടെക്നീഷ്യൻ ലീവാണ്, ആ പയ്യനൊന്ന് വന്നോട്ടെ. ഭൂമി അറിയും ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഓർമ്മകൾ അതിലെ പെട്ടെന്ന് കിട്ടുമോ എന്നും പറഞ്ഞിട്ട് ഭൂമി അവിടുന്ന് ഇറങ്ങാട്ടോ. അഞ്ജന ബിരിയാണി ആസ്വദിച്ച് കഴിക്കാട്ടോ. ഈ സമയം ഭവാനി കമാലുമായിട്ട് ഫോണിൽ സംസാരിക്കണേ. നമ്മൾ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഭൂമി എന്നെ കണ്ടിട്ടില്ല. കമാലു പറയും അത്രയ്ക്ക് സെക്യൂരിറ്റി ഞാൻ ചെയ്തിരുന്നു മാഡം, പക്ഷെ സൂക്ഷിക്കണം, അവർക്ക് എന്തോ പ്ലാൻ ഉണ്ടായിരുന്നു. ഭൂമിയാണ് ലീഡർ. ആ കത്ത് കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം നോക്കണം. അവളത് പോലീസിന് കൈമാറിയോ ഇല്ലയെന്ന് ഉറപ്പാക്കണം. പ്ലാൻ എന്താണെന്ന് ഞാൻ ആലോചിക്കട്ടെ. ശരി മാഡം എന്ന് പറഞ്ഞ് കമാൽ കോള് കട്ട് ചെയ്യും. ശേഷം ആ ബിരിയാണിയുടെ അടുത്ത് പോയിരിക്കട്ടോ. അമ്മ കഴിക്കണില്ലേ? പിന്നെ ഞാൻ ആസ്വദിച്ച് കഴിക്കും എന്ന് പറഞ്ഞ് രണ്ടും കൂടെ ബിരിയാണി കഴിക്കാം. അല്ലമ്മേ അജയ് വരില്ലേ? ഭവാനി പറയും അവൻ വന്നിരിക്കും, അതാ കിളവിയുടെ ഓർഡറാ, അവരത് നടപ്പാക്കിയിരിക്കും, ഒരു സംശയവും വേണ്ട എന്നും പറഞ്ഞ അവര് ബിരിയാണി കഴിക്കാട്ടോ. ഇതേ സമയം മാധവനും സംഗീതയും വീട്ടിൽ ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കാട്ടോ. മുത്തശ്ശി ആകെ വിഷമത്തിലാ. സത്യദാസും ഉണ്ട് അവിടെ. എന്തായാലും അവരെ കണ്ടല്ലോ അമ്മേ, വിഷമിക്കാതെ. അജയ്ക്ക് അവളെ കല്യാണം കഴിക്കാൻ സമ്മതാണെന്ന് അജയ് നേരിട്ട് ചെന്ന് പറഞ്ഞാലേ അവരിങ്ങോട്ട് വരുള്ളൂ എന്നാ പറഞ്ഞത്. മുത്തശ്ശി പറയും ഇങ്ങനെ കഴിയേണ്ടവരാണോ അവര്? എന്റെ മോനില്ലാത്തതിന്റെ ഒരു കുറവും കാണിക്കാതെയാ ഞാൻ അവരെ നോക്കിയത്. ഇപ്പൊ ഇത് വാടക വിട്ടു പോയി നിൽക്കുക അവര്. എന്റെ മോൻ ഇത് പൊറുക്കുവോ? അവൻ ഇതെല്ലാം കാണുന്നുണ്ടാവില്ല എന്റെ ഈശ്വരൻ. എന്റെ മോൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഈ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ടല്ലേ അവൻ പോയത്. അവന്റെ അമ്മ അവരെ പൊന്നുപോലെ നോക്കുന്നു കരുതിയിട്ടുണ്ടാവും. നോക്കി, പക്ഷെ ഈ ചിറകിനടിയിൽ നിന്ന് അവര് പോയി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് കാരണവും ഈ അമ്മ തന്നെയാ. ക്ഷമിക്കണം മോനെ. സത്യദാസ് വയ്ക്കും അമ്മ എന്തൊക്കെയാ പറയുന്നത്? അവരിവിടുന്ന് പോയതിന് അമ്മ എന്ത് പഴിച്ചു? എന്തിനാ സ്വയം കുറ്റപ്പെടുത്തുന്നത്? അതിന് കാരണം ഞാൻ തന്നെയാ മോനെ. അജയ് നിന്റെ ചെറുക്കനാന്ന് പറഞ്ഞ് അഞ്ജനയ്ക്ക് പ്രതീക്ഷ കൊടുത്തത് ഞാൻ തന്നെയാ. ഒടുവിലെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി പോവേണ്ട അവസ്ഥ എത്തിച്ചു ഞാൻ തന്നെ. അവർ ഈ അവസ്ഥയിലേക്ക് തള്ളിയിട്ടെന്ന് പറഞ്ഞ് കരയുമ്പോ സംഗീത പറയും അമ്മ ഇങ്ങനെയൊന്നും പറയാതെ. മാധവനും പറയും അമ്മ അവരുടെ നന്മ മാത്രമല്ല ആഗ്രഹിച്ചുള്ളൂ. അച്ഛൻ പറയും കുഴിയിലേക്ക് കാലിൽ നിട്ടിയിരിക്കുമ്പോൾ ഒരു മൂലയിൽ പോയിരിക്കണം. മറ്റുള്ളവരുടെ കാര്യത്തില് മക്കളായാലും മരുമക്കളായാലും പേരക്കുട്ടികളുടെ കാര്യത്തിലും ഇടപെടരുത്. എനിക്ക് പ്രായമായത് ഞാൻ മറന്നിട്ടില്ല. ഞാൻ പറയുന്നത് എല്ലാരും നല്ല അർത്ഥത്തിൽ എടുക്കുന്ന കരുതിയത്. അവിടെ എനിക്ക് തെറ്റുപറ്റിയത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോ സത്യദാസ് പറയും ഇവിടെ അമ്മയ്ക്ക് ആർക്കും വേണ്ടാതായിട്ടില്ല, അമ്മയുടെ വാക്കുകളും. സംഗീത പറയും അമ്മയ്ക്ക് അറിയാലോ ഞങ്ങൾ ആരും അങ്ങനെ വിചാരിക്കുന്നവരല്ലെന്ന്. അമ്മ പറയും നിങ്ങൾ കരുതിയില്ലെങ്കിലും എനിക്ക് അങ്ങനെയാ തോന്നുന്നത് മകളെ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്? വിവാഹത്തിന് ആരും എതിര് പറഞ്ഞില്ലല്ലോ. മാധവൻ പറയും അജയ് അപ്പോഴത്തെ സാഹചര്യത്തില് അങ്ങനെ പറഞ്ഞതായിരിക്കാം. അമ്മ പറഞ്ഞാൽ അവൻ കേൾക്കും, അനുസരിക്കും. അമ്മ അവനോട് സംസാരിക്കേ, അവൻ കല്യാണത്തിന് സമ്മതിക്കും, അവരെ കൂട്ടിക്കൊണ്ടുവരും. അമ്മയുടെ വിഷമം കണ്ടു നിൽക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. അപ്പോഴായിരിക്കും അജയ് വരുന്നത്. അമ്മ അവനോട് സംസാരിക്കേ,
അമ്മ പറയും ഞാൻ അവനോട് സംസാരിക്കാനോ, എനിക്ക് അവനോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ എണീറ്റ് പോകും. ഇതെല്ലാം അജയ് കാണുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നീടുള്ളതിന് നെക്സ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് സത്യദാസ് ക്ഷേത്രത്തിൽ പോവാ. അവിടെ ഭൂമി ഉണ്ടോ കേട്ടോ. ഭൂമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭൂമിയെ കൊല്ലാനായിട്ട് ആ കമാല അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഭൂമി പോകുമ്പോൾ മുഖംമൂടി അണിഞ്ഞിട്ടുണ്ട്. ഭൂമിയുടെ കഴുത്തിൽ എന്തോ കയറിട്ട് വലിച്ചു മുറുക്കാട്ടോ. ഇത് സത്യദാസ് കാണും. സത്യദാസ് മോളെ എന്ന് വിളിച്ച് ഓടി വന്ന് ആ കമാലിനെ തല്ലി ഒതുക്കാട്ടോ. ഭൂമി ഞെട്ടിപ്പോകും. അങ്ങനെ സത്യദാസ് ഭൂമിയെ മാറ്റി നിർത്തി കമാലിനെ നന്നായിട്ട് തല്ലിയാണ്. ശേഷം മുഖംമൂടി വലിച്ചൂരാൻ നിൽക്കുന്ന സമയത്തെ അയാൾ തട്ടുന്നുണ്ട്. മുഖം കാണുന്നുണ്ടോന്ന് അറിയില്ല. ഭൂമി അയാളങ്ങനെ ഞെട്ടലോടെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അയാളത് താഴ്ത്തി ഓടി പോകാൻ നിൽക്കുമ്പോൾ ഭൂമി അവിടെ ഉണ്ടായിരുന്ന ഒരു ട്യൂബ് എടുത്ത് അയാൾ ഒരൊറ്റ തല്ലു കൊടുക്കുന്നുണ്ട്. സത്യദാസ് ഇത് കാണുന്നുണ്ട്, ഞെട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്